ഹിദായത്ത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അള്ളാന്റെ കൂട്ടുകാരനാണ്. പക്ഷെ എന്നിട്ട് വാപ്പക്ക് അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? ഹിദായത്ത് കൊടുത്തിട്ടില്ല. നൂഹ് നബി ആദ്യത്തെ റസൂലാണ്. സ്വന്തം ഭാര്യക്ക് അള്ളാഹ് എന്ത് ചെയ്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. ലൂത്ത് നബിയുടെ ഭാര്യക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യക്ക് ഹിദായത്ത് കൊടുക്കാത്ത റബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ഫിറോന്റെ ഭാര്യക്ക് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. ശ്രദ്ധേയമായ ഒരു സംഭവമാണത്. സൂറത്തു തഹ്രീമിന്റെ അവസാനത്തിൽ അള്ളാഹ് ഉപമ പറയാൻ ഉപയോഗിച്ചത് ഈ നാല് സ്ത്രീകളെ പറ്റിയാ. അതിൽ ആദ്യം 2 സ്ത്രീകളെ പറഞ്ഞത് ഇവിടുത്തെ സത്യനിഷേധികളായ കാഫിറുകൾക്ക് മാതൃകയെന്നാ പറഞ്ഞത്. അതാരൊക്കെ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. എന്നാൽ സത്യവിശ്വാസികൾക്ക് മാതൃക ആരാണ്? ഫിറൗന്റെ ഭാര്യയും മറിയം ബീവിയാണ്. അപ്പൊ അള്ളാഹു ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതാണ് അബൂതാലിബിന് അള്ളാഹ് എന്ത് കൊടുത്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ അബൂജഹലിന്റെ മകൻ അള്ളാഹ് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. വലീദ് ബിൻ മുഗീറയുടെ ഒരു മകൻ ഖാലിദ് ബിൻ വലീദിന് എന്ത് ചെയ്തു? ഹിദായത്ത് കൊടുത്തു. അല്ലെ, അബൂ ലഹബിന്റെ ഒരു മകനെ ഹിദായത്ത് കൊടുത്തു. അപ്പൊ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചവർക്ക് പോലും ഹിദായത്ത് എന്ത് ചെയ്തിട്ടില്ല? പലർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ്. നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ ആകാശത്തിന്റെ താഴെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ കഴിയുക. അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പലപ്പോഴും മുറുകെ പിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. കോടിക്കണക്കിന് മനുഷ്യരിൽ അള്ളാഹു എന്നെ മുസ്ലിമായി തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്.